നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മാഗ്നറ്റ് സോഫ്റ്റ്വെയറിലെ അക്കാദമിക് സ്റ്റോർ എന്നൊരു മൊഡ്യൂളാണ്. ഈ സ്റ്റോർ എന്നൊരു മൊഡ്യൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റുഡൻസിന് ആവശ്യമായ മെറ്റീരിയൽസ് കൊടുക്കുക എന്നതുകൊണ്ടാണ് ഈ ഒരു സ്റ്റോർ എന്ന ഒരു മൊഡ്യൂളോട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് എക്സാമ്പിൾ ബാഗ്, അതുപോലെ തന്നെ ബുക്സ്, ID കാർഡ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്റ്റുഡൻസിന് കൊടുക്കുമല്ലോ. അപ്പോൾ അതെല്ലാം ആഡ് ചെയ്ത് അതിൻ്റെ എങ്ങനെയാണ് വിതരണം ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ് നമ്മുടെ സ്റ്റോർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ സോഫ്റ്റ്വെയറിൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നതിനെക്കുറിച്ച് സ്ക്രീൻ ഷെയറിങ്ങിലൂടെ ഞാൻ കൂടുതലായിട്ട് കാണിച്ചു തരാം. എങ്ങനെയാണ് സ്റ്റോർ മാനേജ്മെൻറ്റ് ചെയ്യുക എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അക്കാദമിക് സ്റ്റോർ എന്ന മൊഡ്യൂൾ എടുക്കാം. സ്റ്റോർ മാനേജ്മെൻറ്റിൽ നമ്മൾ ഫസ്റ്റായി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ സ്റ്റോക്ക് ടൈപ്സ് ആണ് ഫസ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. മാസ്റ്ററിൽ സ്റ്റോക്ക് ടൈപ്സ് എടുക്കുക. എക്സാമ്പിൾ യൂണിഫോം, ടെക്സ്റ്റ് ബുക്ക്. സ്റ്റുഡൻറ്റിന് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന എല്ലാ ടൈപ്സും നമ്മളിവിടെയാണ് ആഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിലെ നെയിംസ് കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക ഇവിടെയാണ്. ജസ്റ്റ് ഒരു കോഡ് കൊടുക്കാം. എക്സാമ്പിൾ ഒരു ബുക്കിൻ്റെ നെയിം കൊടുക്കാം. ഓൾഡ് സ്റ്റോക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ടൈപ്സിൽ ടെക്സ്റ്റ് ബുക്ക് കൊടുക്കുക, സേവ് കൊടുക്കുക. എക്സാമ്പിൾ ഈ ഒരു ബുക്ക് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ കുട്ടികൾക്കാണെങ്കിൽ നമുക്കിവിടെ അത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതായത് ഒരു കുട്ടിക്ക് ഒരു ബുക്ക് എന്ന രീതിയിൽ നമുക്കിവിടെ സെറ്റ് ചെയ്യാം, സേവ് കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യുക. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന എല്ലാ ഐറ്റംസും നമ്മൾ ഇവിടെയാണ് ക്രിയേറ്റ് ചെയ്യുക. എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്ക് ആയിക്കോട്ടെ, യൂണിഫോം സൈസ് എല്ലാം നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച ഐറ്റംസ് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നതിനെ കുറിച്ച് നോക്കാം. ഡാറ്റ എൻട്രിയിൽ പർച്ചേസ് എന്ന വിൻഡോ എടുക്കുക. ജസ്റ്റ് ബിൽ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കുക. സപ്ലൈസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ടാസ്കിലാണ്. ടാസ്കിൽ നമ്മൾ സപ്ലൈസിനെ ആഡ് ചെയ്താൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി സപ്ലൈസ് ഇങ്ങോട്ട് വന്നോളും. ഇവിടെയും നമുക്ക് സപ്ലയറിൻ്റെ നെയിം കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഐറ്റം കൊടുക്കാം, ക്വാണ്ടിറ്റി കൊടുക്കാം, പ്രൈസ് കൊടുക്കാം, സെയിൽ പ്രൈസ് കൊടുക്കാം, സേവ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുക. ഇനി നമുക്ക് പർച്ചേസ് ചെയ്ത ഐറ്റംസ് എങ്ങനെയാണ് സ്റ്റോക്കിൽ എഫക്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നോക്കാം. റിപ്പോർട്ട്സിൽ കറൻറ്റ് സ്റ്റോക്ക് എടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഐറ്റത്തിൻ്റെ സ്റ്റോക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് എങ്ങനെയാണ് പർച്ചേസ് റിട്ടേൺ ചെയ്യുന്നതിനെ കുറിച്ച് നോക്കാം. ഡാറ്റ എൻട്രിയിൽ പർച്ചേസ് റിട്ടേൺ എടുക്കാം. സപ്ലയറെ സെലക്ട് ചെയ്യാം. ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്യാം. ഐറ്റം സെലക്ട് ചെയ്ത് റിട്ടേൺ ചെയ്യേണ്ട ക്വാണ്ടിറ്റി കൊടുത്ത് സേവ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ പർച്ചേസ് റിട്ടേൺ ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് സ്റ്റുഡൻറ്റിനെ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെ കുറിച്ച് നോക്കാം. ഡാറ്റ എൻട്രിയിൽ ഫസ്റ്റ് വിൻഡോ എടുക്കാം. ക്ലാസ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഡിവിഷൻ കൊടുത്ത് ഫിൽറ്റർ കൊടുക്കുന്നതോടുകൂടി സ്റ്റുഡൻറ്റിനെ സെലക്ട് ചെയ്യാം. സ്റ്റോക്ക് മാസ്റ്ററിൽ നമ്മൾ അവിടെ ആഡ് ചെയ്തതുകൊണ്ടാണ് ആ ഒരു ബുക്ക് ഫസ്റ്റ് ക്ലാസ്സിലെ സ്റ്റുഡൻറ്റിന് ഇവിടെ ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്നിട്ടുള്ളത്. ഇങ്ങനെ എല്ലാ ടെക്സ്റ്റ് ബുക്കും നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് നമുക്ക് റിപ്പോർട്ട്സിനെ കുറിച്ച് നോക്കാം. റിപ്പോർട്ടിൽ നമുക്ക് പർച്ചേസ് രജിസ്റ്ററിൽ നമ്മുടെ
പർച്ചേസ് ചെയ്ത എല്ലാ റിപ്പോർട്ട്സും കിട്ടും. നെക്സ്റ്റ് നമുക്ക് സെയിൽസ് രജിസ്റ്റർ എടുക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റുഡൻറ്റ് ബേസ് ആയിട്ട് നമുക്ക് റിപ്പോർട്ട്സ് കിട്ടും. പിന്നെ നമുക്ക് ഐറ്റം ബിൽ വൈസ് ഒക്കെ നമുക്ക് ഇവിടെ റിപ്പോർട്ട്സ് ലഭ്യമാണ്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് സ്റ്റോറിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.